ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമാണ് മഹാഭാരതം. 1,25,000 ശ്ലോകം. അതിലും വലിയ പുസ്തകമില്ല. അപ്പോൾ ആ പുസ്തകം സ്വയം ഒരു ക്ലെയിം, ഒരു അവകാശവാദം ഉന്നയിച്ചതെന്ന് വെച്ചാൽ മറ്റെവിടെയുള്ളതും ഇവിടെയുണ്ട്, ഇവിടെ ഇല്ലാത്തത് മറ്റെങ്ങുമില്ല. ആ പുസ്തകം കെ സി നാരായണൻ കാര്യമായിട്ട് ഉപജീവിക്കുന്ന ഒരു ചരിത്രകാരിയുടെ കാര്യം പറഞ്ഞാൽ വെൻഡി ഡോനിഗർ പറയുന്നുണ്ട്, ക്രിസ്തുവർഷത്തിന് മുമ്പ് 300-നും ക്രിസ്തുവർഷം 300-നും ഇടയ്ക്കാണ് അത് എഴുതപ്പെട്ടത്. അപ്പോൾ ഇത് ആരാണ് എഴുതിയത്, എത്ര വ്യാസന്മാരുണ്ട്, ഏത് കാലത്താണ് എഴുതിയത്, എന്തൊക്കെയാണ് അതിൻ്റെ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ ആലോചിക്കുന്നത് വളരെ പുതിയ രീതിയാണ്. നേരത്തെ നമ്മൾ ചെയ്തൊരു കാര്യം, മലയാളികൾ ചെയ്തൊരു കാര്യം, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അത് പരിഭാഷപ്പെടുത്തി. അത് 1906 വരാൻ തുടങ്ങിയത്. അന്നത് അച്ചടിക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് വ്യാസഭാരതം മാസികയായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. 1950 കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്നുള്ള പഠനം വരുന്നത്. 1965 മാരാരുടെ തിരഞ്ഞെടുത്ത കൃതികൾ കലജീവൻ തന്നെ അതിൻ്റെ അവതാരിക എഴുതുമ്പോൾ അഴീക്കോട് മാഷ് പറയുന്നുണ്ട്, വ്യാസ സാഹിത്യയോടുള്ള കടപ്പാട് ഏതെങ്കിലും ഒരു ഭാഷ നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ അത് മലയാളമാണ് എന്ന് അഹങ്കരിക്കൂ. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ പരിഭാഷ കൊണ്ടും മാരാരുടെ പഠനം കൊണ്ടും. അപ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ആ പരിഭാഷയെപ്പറ്റി മുണ്ടശ്ശേരി മാഷ് വളരെ അമ്പരന്ന് എഴുതിയിട്ടുണ്ട് ബുദ്ധിമാന്മാർ ജീവിക്കുന്നുള്ള പുസ്തകത്തിൽ. 3 കൊല്ലം കൊണ്ട് അത് പരിഭാഷപ്പെടുത്താം എന്ന് പറഞ്ഞു. 2 കൊല്ലം 7 മാസം കൊണ്ട് പരിഭാഷപ്പെടുത്തി. അപ്പം എൻ്റെ അത്ഭുതമൊന്നുമല്ല, 3 കൊല്ലം കൊണ്ട് അത് ചെയ്യാം എന്ന് വിചാരിച്ച ഊറ്റമുണ്ടല്ലോ, അതിനെ വേണം നമസ്കരിക്കാൻ. അപ്പോൾ കെ സി നാരായണൻ, നിങ്ങളിൽ മിക്കവർക്കും അറിയുന്ന മാതിരി ഞങ്ങൾ കണ്ട അന്നോട്ടെ വളരെ അടുപ്പത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ അയാൾ പലപ്പോഴും എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം അമ്പരപ്പിച്ചത് ഈ പുസ്തകം കൊണ്ടാണ്. അതെന്താണെന്ന് വിചാരിച്ചാൽ, ഒന്നാമത് കെ സി നാരായണൻ്റെ പ്രധാനപ്പെട്ട പണികളൊന്ന് എന്നെ ചീത്ത പറയാണ്. അതിലന്ന് ഞാൻ 85 ഭാരത പര്യടനത്തെപ്പറ്റി ഒരു പുസ്തകം എഴുതുകയായിരുന്നു, തീസിസ് എഴുതുക. അപ്പോൾ അയാൾ പറഞ്ഞു, മഹാഭാരതം വായിക്കാതെ താനാ എഴുതുന്നതിന് വർത്താനം തന്നെ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കെ സി എന്നെക്കൊണ്ട് പറ്റില്ല മഹാഭാരതം. ഇപ്പം നമ്മൾ മലയാളത്തിൽ അപ്പോൾ മഹാഭാരതം എന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റാത്ത വലിയൊരു സാധനം. അപ്പം ഇയാൾ ശരിക്കും 10 കൊല്ലം അത് നിരന്തരം വായിച്ചു. മഹാഭാരതം വായിക്കുന്ന ഒരു ചെറിയ പണിയല്ല. കാരണം എനിക്ക് വളരെ ഗുരുകൽപ്പനായിട്ട് ഞാൻ കാണുന്ന കുട്ടികൃഷ്ണമാരാർ തന്നെ മഹാഭാരതം വായിച്ചിട്ടല്ല ഭാരതപര്യടനം എഴുതിയത്. അദ്ദേഹം അനുശാസന പർവ്വത്തിൽ പ്രൂഫ് നോക്കുമ്പോൾ ദുശ്ശള അർജുനൻ്റെ മുമ്പിൽ വന്ന് സുരഥൻ്റെ കുഞ്ഞിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ വന്ന ഒരു വൈകാരിക ക്ഷോഭമുണ്ട്. ആ ക്ഷോഭത്താണ് അദ്ദേഹം അർജുന വിഷാദയോഗം എന്നുള്ള അതിൽ ആദ്യത്തെ ലേഖനം എഴുതുന്നത്. പിന്നെ എങ്ങനെ എഴുതി കുറച്ച് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വായിച്ചു. കുട്ടികളുടെ മഹാഭാരതം പ്രൂഫ് നോക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹം പിന്നെ അത് മുഴുവൻ വായിച്ചെത്തിച്ചു. ഇതിലുള്ളൊരു വലിയ പ്രശ്നം, നിങ്ങൾ എന്തിനാണ് മഹാഭാരതം വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നത്, ഒരു വലിയ പ്രശ്നം. പിന്നീട് നമ്മുടെ ഭാഷയിൽ പ്രധാനപ്പെട്ട ഒരു എല്ലാ അർത്ഥത്തിലുള്ള വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിദ്വാൻ കെ പ്രകാശം 1968 മഹാഭാരത കഥ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സമ്പൂർണ്ണ പരിഭാഷ അതുപോലെ 40 വോള്യമായിട്ടാണ്. ഞാനൊക്കെ അത് കണ്ട് തൊഴുക ചെയ്ത്. 40 വോള്യം അതിങ്ങനെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ 2-3 വോള്യമൊക്കെ വായിച്ചു നോക്കി. ഇത് മുഴുവൻ വായിക്കാനുള്ള ക്ഷമ ആർക്കുണ്ട്? ഇപ്പോൾ DC അത് 6 വോള്യമായിട്ട് അടിച്ചിട്ടുണ്ട്, മനുഷ്യന് വായിക്കാവുന്ന തരത്തിൽ. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ പുസ്തകത്തിന് എഴുതിയ അവതാരികയിൽ മാരാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പുസ്തകം വായിക്കുന്നത്?
ഇത് ആരെഴുതി, എപ്പോഴെഴുതി, എന്തിനെഴുതി, അതിൻ്റെ ചരിത്രം എന്താണ് എന്നൊക്കെ അന്വേഷിക്കാനാണ് ഒരു കൃതി വായിക്കുന്നത്. മാരാർ പറയാണ്, സാഹിത്യവിദ്യ എന്നുള്ള പ്രസിദ്ധമായ ലേഖനത്തിൽ പറയുന്നുണ്ട്, സാഹിത്യം വിദ്യയാണ്, ജ്ഞാനലബ്ധിയാണ് അതിൻ്റെ ലക്ഷ്യം, മനസ്സംസ്കരണമാണ്. അതുകൊണ്ട് കവി കാലാംശത്തിലെ കലാകാരനായിരിക്കണ്ടു, മുക്കാലാംശത്തിലും മനുഷ്യവംശത്തിൻ്റെ ചിഹ്നമായിരിക്കുകയാണ് വേണ്ടതെന്ന് പറയും. ഇത് മിക്കവരും യോജിക്കാത്തൊരു നിലപാടാണ്. ഒരു ചെറിയ പരിധിക്കപ്പുറം ഞാൻ യോജിക്കാത്തൊരു നിലപാടാണ്. അപ്പോൾ കെ.സി. നാരായണനെ ഞാൻ പരിചയപ്പെടുന്ന 77 കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയാണ് MES ഹോസ്റ്റലിൽ. ഞങ്ങളുണ്ട് ഒരു മാതൃഭൂമിയിൽ സബ്-എഡിറ്റർമാർ. അപ്പോൾ ഇയാൾക്ക് പണി കുട്ടികൃഷ്ണ മാരാർ ചീത്ത പറയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ള, കാരണം ഞാൻ മാരാർ ഭക്തനായിട്ട് ഇങ്ങനെ നടക്കുന്ന കാലത്ത്. അപ്പോൾ ഇയാൾ അന്ന് മഹാഭാരതം വായിച്ചിട്ടില്ല. ഇയാൾ ഒരു എടോ ഈ പറഞ്ഞൊന്നും ആയിരിക്കില്ല, അതിൽ ഈ കുട്ടികൃഷ്ണ മാരാർ ഈ പറഞ്ഞൊന്നും ആയിരിക്കില്ല, അത് താൻ വെറുതെ വിചാരിക്കുകയാണ്, അത് തനിക്ക് വായിച്ചാൽ അറിയും. അപ്പോൾ ഞാൻ താൻ വായിച്ചോളൂ. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ വായിക്കും. അപ്പോൾ നമ്മൾ മരിച്ചുപോയി MN പാലൂർ, ഞാനുമായിട്ട് വളരെ അടുപ്പായിരുന്ന ഒരാളാണ്. അദ്ദേഹം ബോംബെയിൽ വിമാനത്താവളത്തിൽ എയർപോർട്ടിലൊരു ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിത ഇതാണ്, വിമാനത്താവളത്തിലൊരു കവി. ആരാര് കൊല്ലത്തിലൊരിക്കലും ബോംബെ പോകും. അപ്പോൾ പാലൂരിനൊരു ഉപദേശം കൊടുത്തു, താൻ ഇനി വേറെ ഒന്നും വായിക്കേണ്ട, മഹാഭാരതം വായിച്ചാൽ മതി. അപ്പോൾ പാലൂർ ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടോ ഞാൻ 18 വട്ടം അത് വായിച്ച് കഴിഞ്ഞു. ഞാൻ എണീറ്റ് തൊഴുതു. മഹാഭാരതം 18 അധ്യായമാണ്, 18 ദിവസമാണ് അവിടുത്തെ യുദ്ധം. അത് 18 വട്ടം വായിച്ച ഒരാൾ എൻ്റെ ഭാഷയിലുണ്ടല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കേസ് ഇത് വായിച്ചു. അപ്പം മാരാർ എന്തിനാണ് വായിച്ചത് എന്ന് നമുക്ക് ആലോചിച്ചറിയാം. എന്താണ് അതെന്ന് നൂറ്റെടുക്കാനുള്ള മൂല്യം എന്നാണ് മാരാർ ആലോചിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിന് പല പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ, ഒന്ന്, ഇത് വലിയൊരു വിഭാഗത്തെ സംബന്ധിച്ച് ഇതൊരു അവരുടെ ഈശ്വരനായ കൃഷ്ണൻ പ്രധാന കഥാപാത്രമായിട്ടുള്ളൊരു വേദഗ്രന്ഥമാണെന്ന് വേണേൽ പറയാം. കാരണം ഗീതയെ പറയുന്നുണ്ട്, അർജുനൻ ചോദിക്കും, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ലല്ലോ കൃഷ്ണ എന്ന് പറയുമ്പോൾ, താൻ ആരാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ കൃഷ്ണ ഒരിക്കൽ പറയുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ മുനികളിൽ വ്യാസനാണെന്ന് പറയും. അഹം മുനീനാം വ്യാസ, ഞാൻ മുനികളിൽ വ്യാസനാണ്. നീ അപ്പുറത്ത് എന്താ വേണ്ടത്? അപ്പോൾ ഭഗവാൻ തന്നെയാണ്. ഇപ്പം മാരാർ ചിലപ്പോൾ എഴുതും വ്യാസ ഭഗവാൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇപ്പം ഇത്? ചരിത്രഗ്രന്ഥമാണോ, വേദഗ്രന്ഥമാണോ, ചരിത്രഗ്രന്ഥമാണോ, സാഹിത്യകൃതിയാണോ? അല്ല, അടിസ്ഥാനപരമായി കുട്ടികൃഷ്ണ മാരാർ ഇത് സാഹിത്യകൃതിയാണെന്ന് എടുക്കുന്നുണ്ട്. തമ്പുരാൻ പിന്നെ ഒന്നും നോക്കല്ല, തമ്പുരാൻ ചെയ്യാണ്. കെ.സിയും ഇത് സാഹിത്യകൃതിയായിട്ട് എടുത്ത ഒരാളാണ്. അദ്ദേഹത്തിൽ ഇതിലൊന്നിനോടും, കാരണം ഞാൻ കാണുന്ന കാലത്ത് ഭാരതീയമായ പലതിനെപ്പറ്റിയും അദ്ദേഹത്തിന് കഠിനമായ പുച്ഛമായിരുന്നു. അതിൽ പിന്നൊക്കെ കുറച്ചൊക്കെ മാറി വരുന്നത് ഈ കഥകളെ പറ്റിയും കൊട്ടിനെ പറ്റിയൊക്കെ പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെയാണ്. എന്നോട് വലിയ പറഞ്ഞില്ലേ, കലഹത്തിൻ്റെ പ്രധാന കാരണങ്ങളൊന്നും ഇതാണ്. കാരണം ഞാൻ ഈ കുട്ടികൃഷ്ണ മാരാരുടെയും ഏട്ടുണ്ണി രാജാവിൻ്റെയും സുകുമാർ അഴീക്കോടിൻ്റെയും ചാത്തറാത്തിൻ്റെ ഒക്കെ ശിഷ്യനായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് എത്രയോ വ്യാസന്മാരുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രകാരന്മാർ നിരന്തരം, ഇപ്പോൾ കോസാമ്പിയുടെമാരുള്ള ആൾക്കാരൊക്കെ എഴുതിയ കാര്യങ്ങൾ. അപ്പം മാരാർ എന്ത് ചെയ്തു? ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം നിങ്ങൾ ധർമ്മപക്ഷം അധർമ്മപക്ഷം എന്ന് രണ്ടായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സാമാന്യം നമുക്കറിയാം, അത് പാണ്ഡവരുടെ പക്ഷം ധർമ്മപക്ഷമാണ്, കൗരവരുടെ പക്ഷം അധർമ്മപക്ഷമാണ്. അങ്ങനെ അത് അത്ര ലളിതമല്ല എന്ന് വാസ്തവത്തിൽ മലയാളിയെ ബോധ്യപ്പെടുത്തുന്നത് മാരാരാണ്. ഇപ്പോൾ ദുര്യോധനൻ്റെ പക്ഷത്ത് എന്തൊക്കെ ന്യായമുണ്ട്, ധർമ്മമുണ്ട്. കർണൻ്റെ പക്ഷത്ത് എന്തൊക്കെയുണ്ട്, പാണ്ഡവരുടെ പക്ഷത്ത് എന്തൊക്കെയാണ് അധർമ്മമുള്ളത് എന്നൊക്കെ ചെറിയ മഠത്തിൽ മാരാർ ആലോചിക്കും. പക്ഷെ മാരാർക്കൊരു സിദ്ധാന്ത പക്ഷമുണ്ട്. ആ സിദ്ധാന്ത പക്ഷം അത് വലിയ പ്രശ്നമായിരുന്നു. എന്താ കാരണം വെച്ചാൽ, അദ്ദേഹം കൃഷ്ണനെതിരായിട്ടൊന്നും മാരാർ പറയില്ല. ഭഗവത്ദൂത് എന്നുള്ള പ്രസിദ്ധമായ ലേഖനം, അതിലിപ്പോൾ ഗാന്ധിയോടൊക്കെ, അതിൻ്റെ മേലെയാണ് ഗാന്ധി എന്ന് പറയും. ആ ദ്വാപരയുഗ മഹാത്മാവിൽ നിന്ന് ഈ കലിയുഗ മഹാത്മാവിലേക്കുള്ള വളർച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ
കർണൻ ഒരു വില്ലനല്ല, ഒരു നായകനാണ് എന്ന് മാരാരെടുക്കും. ഭീഷ്മര് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഇപ്പോൾ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയാണ് ഭീഷ്മർ ചെയ്യുന്നത്. അതിന് മാരാര് ന്യായം ഉണ്ടാക്കും. അപ്പോൾ മാരാരുടെ ഒരു മഹാഭാരതം ഉണ്ടാക്കി. എന്താ അത്? അതിലെ നായകന്മാരിപ്പോൾ ഇവരാരും ചെയ്ത് ശരിയാന്ന് മാരാര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ദുര്യോധനെ പറ്റി പറയുമ്പോൾ പറയും, ദുര്യോധൻ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് അങ്ങേ അറ്റമാണ്. അയാളെ തോൽപ്പിക്കുന്ന ഒരു സുഹൃത്ത് മഹാഭാരതത്തിലുണ്ടെങ്കിൽ അത് അയാളുടെ സുഹൃത്തായ കർണനാണെന്ന് പറയും. അവരെ കർണനെ പറ്റിയൊക്കെ ഒരുപടി. അപ്പോൾ മാരാര് വളരെ ഇതൊക്കെ വൈകാരികമായിട്ട് എടുക്കുന്ന ഒരാളാണ് മാരാർ. അന്ന് MP പോള്, മാരാർക്ക് വളരെ ബഹുമാനമുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം ഇതിഹാസ കഥാപാത്രങ്ങളെ പറ്റി ഒരു ലേഖനം എഴുതിയപ്പോൾ ഒരു പ്രസംഗത്തിലാണ് പറഞ്ഞു, അതൊക്കെ ദേവന്മാരും മനുഷ്യന്മാരും രാക്ഷസന്മാരും ഒക്കെ ഉള്ള അതൊക്കെ ഒട്ടും റിയലിസ്റ്റിക് അല്ല, യഥാതഥമല്ല, അതൊക്കെ ഊതി വീർപ്പിച്ച കാൽപ്പനികമായ കാര്യങ്ങളാണെന്ന് പോള് എഴുതും. പോള് ചെറിയ ആളല്ല. മാരാരന് ഗംഭീരമായിട്ട് മറുപടി എഴുതും ഇതിഹാസ കഥാപാത്രങ്ങൾ എന്നുള്ള ലേഖനത്തിൽ. അതിൽ പറയും, ഇവരൊക്കെ എന്താണ്, നമ്മുടെ തന്നെ രൂപങ്ങളാണ്, അത് കുറച്ച് ക്ലോസപ്പുകളാണെന്ന് മാരാർ പറയും. ആരാ രാവണൻ, ആരാണ് രാമൻ, ആരാണ് ദുര്യോധനൻ, ഒക്കെ നമ്മുടെ തന്നെ ക്ലോസപ്പുകളാണ്. എന്നിട്ട് അതിലിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം വരുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെപ്പറ്റി ഒന്നും പറയാതെ മാരാർ പറഞ്ഞത്, ഗാന്ധാരിയും കുന്തിയും ആ അമ്മമാർക്ക് ദീർഘ നമസ്കാരം, ഗദ്ഗതവശാൽ മറ്റൊന്നും പറവാൻ ഞാൻ ആളല്ല. അപ്പൊ KC നാരായണൻ ചെയ്യുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ കാര്യത്തെ സമീപിക്കാം. അതിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, മാരാരിപ്പ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഭീഷ്മരെ പറ്റിയോ കൃഷ്ണനെ പറ്റിയോ ഒന്നും പറയാൻ ഒന്നുമില്ല, എതിര് പറയാനില്ല മാരാർക്ക്. KC കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ വാക്കുപയോഗിച്ച് ഞാൻ പറയാണ്, ഒരു എതിർപാഠ ചേരുവയുണ്ട് എന്നാണ്. എന്താണ് എതിർപാഠ ചേരുവ എന്ന് പറഞ്ഞാൽ? പോലെ എല്ലാവർക്കും അറിയുന്ന ഒരു കഥാപാത്രം യുധിഷ്ഠിരൻ, പാണ്ഡവന്മാരുടെ മൂത്ത ആൾ ധർമ്മപുത്രൻ, വലിയ ധാർമ്മികനാണ്, ധർമ്മപുത്രരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനവധി കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യം, അദ്ദേഹം അശ്വത്ഥമാവ് മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞു എന്നാണ്. അശ്വത്ഥമ ഹതകുഞ്ചര, അശ്വത്ഥമാവ് എന്ന ആന എന്ന് പറയുമ്പോൾ ആന എന്ന് ചെറുതായിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ധർമ്മപുത്രരായതുകൊണ്ട് ദ്രോണര് അത് വിശ്വസിച്ചു, അദ്ദേഹം ആയുധം താഴെ വെച്ചു. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തെ കയറി വെട്ടിക്കൊന്നു. അപ്പോൾ KC ഈ പുസ്തകത്തിൽ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിങ്ങനെ ഒറ്റപ്പെട്ടൊരു കാര്യമല്ല, ഇതിൽ ഉടനീളം എങ്ങനെയാണ്. അപ്പോൾ ഇതിൽ തുടങ്ങുന്ന മഹർഷിമാർ എന്ന് പറഞ്ഞിട്ടാണ്. ഏത് മഹർഷി? കാമം, കോപം തുടങ്ങിയുള്ള എല്ലാം നശിച്ച് അതിനപ്പുറത്തെത്തിയ, അതിനതീതരായി തീർന്ന ആളുകളാണ് മഹർഷിമാരെന്ന് പറയും. പക്ഷേ മഹർഷിമാർ അത്ര പോകരുത് ആരും കാണിക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ വിശ്വാമിത്രൻ ചെറിയ ആളല്ലല്ലോ, അതുകൊണ്ട് വസിഷ്ഠനോടാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ക്ഷത്രിയനാണ്. അങ്ങനെ ക്ഷത്രിയൻ്റെ മേലെയാണ്. എൻ്റെ കഥയൊക്കെ പറയാനോട് നേരമില്ല. ഒരു വസിഷ്ഠൻ കാമധേനുവിനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല. അപ്പം അദ്ദേഹം യുദ്ധം ചെയ്തു, തോറ്റു. അപ്പം എന്നിട്ട് അദ്ദേഹം 1000 ആണ്ടുകൾ തപസ് ചെയ്യും. അപ്പം അതിൽ പറ്റിയ ഒരു കാര്യം, ഒരിക്കലും മേനക വന്നു. മേനക വന്നപ്പോൾ അദ്ദേഹം ആ സൗന്ദര്യത്തിലും കാമത്തിലും അദ്ദേഹം വീണു. അപ്പോൾ വാൽമീകി രാമായണത്തിൽ ഈ കഥയുണ്ട്. അതിൽ വാൽമീകി രാമായണത്തിൽ പറഞ്ഞത് 10 കൊല്ലം അദ്ദേഹം മേനകയെ കൂടെ പൊറുപ്പിച്ചു. അത് കഴിഞ്ഞു. അപ്പം അദ്ദേഹം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവള് ആകെ പരിഭ്രമിച്ച് എന്നെ ശപിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ പിന്നെ ദേവേന്ദ്രൻ ഈ തപസ് മുടക്കാൻ അയക്കുന്നത് രംഭയാണ്. അപ്പോൾ രംഭയെ കണ്ടപ്പോൾ അപ്പോൾ രംഭ കാലുപിടിച്ച് പറഞ്ഞു, അദ്ദേഹം ക്ഷിപ്രകോപിയാണ്, എന്നെ ശപിക്കും, എനിക്ക് ഒരു രക്ഷയും കിട്ടില്ല, അതുകൊണ്ട് എന്നെ ഈ ഉത്തരവാദിത്വം ഒഴിവാക്കണം, ഈ ദൗത്യം എന്നെ ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, കാമദേവൻ ഉണ്ടാവും, കാരണം അദ്ദേഹം അമ്പയക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. പിന്നെ ഞാനവിടെ കുയിലായിട്ട് വന്ന് കൂവുന്നുണ്ടാവും, പൂക്കളൊക്കെ ഉണ്ടാവും, വസന്തകാലമാണ്, ഒരു പ്രശ്നമില്ല, വിശ്വാമിത്രൻ വീണ് തന്നെ നീ പോകുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവള് ഏറ്റവും കെട്ടിയൊരുങ്ങി ചെല്ലാൻ പറഞ്ഞു. അത് വാൽമീകി രാമായണത്തിൽ തന്നെ ഉണ്ട്, അത് കെട്ടിയൊരുങ്ങുന്ന രംഗങ്ങളൊക്കെ. കെട്ടിയൊരുങ്ങി ചെന്ന് ഈ കുയിൽനാദവും ഈ പൂക്കളുടെ സുഗന്ധവും ഒക്കെ പെട്ടെന്ന് മഹർഷിക്ക് ഓർമ്മയായി, ഇത് ഇവരുടെ വല്ല പണിയായിരിക്കുന്നു. അപ്പം അദ്ദേഹം രംഭയെ ശപിച്ച് കല്ലാക്കി കളഞ്ഞു. അപ്പോഴും തപസ് മുടങ്ങി. കാരണം നേരത്തെ കാമം കൊണ്ട് ഇപ്പോൾ കോപം കൊണ്ട്. ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ തരത്തിലുള്ള പറഞ്ഞതിൻ്റെ നേർ വിപരീതം, അതായത് അധർമ്മങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കേസി ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു കാര്യം, ഇതിൽ വളരെയധികം വിമർശന വിധേയനാവുന്ന കഥാപാത്രം കൃഷ്ണ. അതിപ്പോൾ കൃഷ്ണ ഇതിലൊരു കഥാപാത്രമാണ്, ഞാൻ പറഞ്ഞല്ലോ. അതിലിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ജയദ്രഥനെ കൊല്ലണം. എന്താ പ്രശ്നം അഭിമന്യുവിനെ കൊന്നതിൽ വലിയ പങ്ക് വഹിച്ച ജയദ്രഥനാണ്. ജയദ്രഥൻ ആരാണ്? ദുശ്ശലയുടെ ഭർത്താവാണ്. നൂറ്റുവരുടെ ഒരേ ഒരു പെങ്ങൾ ദുശ്ശലയുടെ ഭർത്താവിനെ കൊല്ലണം. അപ്പോൾ അർജുനൻ ശപഥം ചെയ്തു, നാളെ അസ്തമയത്തിന് മുമ്പ് അവനെ കൊന്നിരിക്കുന്നു. അപ്പോൾ ജയദ്രഥൻ ആകെ പരിഭ്രമിച്ചു. ദുര്യോധനൻ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഒന്നും പരിഭ്രമിക്കേണ്ട, ഇവിടെ ദ്രോണരുണ്ട്, വേറെ ആകെ വില്ലാളിവരന്മാരുണ്ട്, അവരൊക്കെ നിന്നെ രക്ഷിക്കും, നീ പരിഭ്രമിക്കേണ്ട, അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ യുദ്ധകളത്തിൽ ഇതൊക്കെ ശരിയായിരുന്നു. അപ്പോൾ അർജുനന് മനസ്സിലായി ഇത് നടക്കണ കാര്യമല്ല, അത്ര എളുപ്പമല്ല. അപ്പോഴാണ് കൃഷ്ണ ഒരു വിദ്യ പറയുന്നത്. ഇത് കൃഷ്ണയിൽ ഉപയോഗിക്കുന്ന അനേകായിരം വിദ്യകളൊന്നും മാത്രം കേട്ടോ, പ്രശ്നമില്ല. ഞാൻ അസ്തമയം വരുത്താം, ഞാൻ ആകാശം കാറുകൊണ്ട് മൂടുന്ന മാതിരി ഞാൻ ഇരുട്ട് വരുത്താം, അപ്പോൾ അവൻ പുറത്തു വരും, അപ്പം നീ കൊന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഈ തെറ്റ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഈ ചതിയില്ലെങ്കിൽ നിനക്ക് കൊല്ലാൻ കഴിയുമായിരുന്നില്ല. അപ്പം നമ്മൾ ധർമ്മപക്ഷം അധർമ്മപക്ഷം എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ്? ഇതിൻ്റെ അനേക ഉദാഹരണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിൻ്റെ കഥ വളരെ വിസ്തരിച്ചും ചിലപ്പോൾ ആവർത്തിച്ചും ഇതിനകത്ത് കഥ വരുന്നുണ്ട്. ഒരു അധ്യായം വായിച്ചാൽ, നിങ്ങൾ വേറെ അധ്യായം വായിച്ചാൽ ആ അധ്യായം മാത്രം വായിച്ചാലും കാര്യം ക്ലിയർ ആവുന്ന മാതിരി വളരെ ലളിതമായിട്ടും വളരെ നമുക്ക് വളരെ ഒരു നോവൽ പോലെ വായിച്ചവന് ഉത്സാഹം തോന്നുന്ന ഭാഷയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ വ്യാസൻ ആരുടെ പക്ഷത്താണ്, വ്യാസൻ ആരുടെയും പക്ഷത്തല്ല എന്ന് കേസി പറയുന്നുണ്ട്. അപ്പം ഇതിൽ മാരാര് ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ് കേസി ഉദ്ധരിക്കുന്നുണ്ട്. അനങ്ങിയാൽ പറയുന്നൊരു കാര്യം, ധർമ്മത്തിൻ്റെ തത്വം ഗുഹകളിൽ ഒളിഞ്ഞിരിപ്പാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാന്ന്. പിന്നെ ധർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്, കണ്ടറിയാൻ പറ്റില്ല. ധർമ്മസ്യ ഗഹനാഗതി. അപ്പം ഇത് ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് അധർമ്മം എന്ന് പ്രഖ്യാപിക്കുന്ന, അങ്ങനെ വകതിരിച്ചിരുത്തുന്ന ഒരു കഥ പറയല്ല. എത്ര വ്യാസനുണ്ടെങ്കിലും മഹാഭാരതത്തിലെ പണി എന്നാണ് കേസ് ഇതിൽ സ്ഥാപിച്ചൊരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ കർണഭൂഷൺ എഴുതുന്നു ഉള്ളൂർ, അതിന് ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമ്മുടെ ആർക്കാണ് ഈ പ്രമേയം വേണ്ടാത്തത്? നമ്പ്യാരാണെങ്കിലും പിന്നെ എഴുത്തച്ഛനാണെങ്കിലും ഒക്കെ ഈ പ്രമേയം വേണ്ടതാണ്. അപ്പോൾ വളരെ സങ്കീർണമാണ് മഹാഭാരതത്തിൻ്റെ ഘടനയും അതിലെ കഥയും ഒക്കെ. അതിലിപ്പോൾ കേസി ഞാനൊരു ഉദാഹരണം പറയാം. കേസി ചോദിക്കുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ അവകാശം ആരാന്ന് എങ്ങനെ തീരുമാനിക്കും? ആരുടെ രാജ്യം? ഈ രാജ്യം ഇപ്പോൾ ധൃതരാഷ്ട്രമാണ്, അദ്ദേഹത്തിന് അന്ധനാണ്. അപ്പോൾ അന്ധനായതുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹം അനുജൻ പാണ്ഡുവിനെ ഏൽപ്പിക്കും. പാണ്ഡു മരിക്കുമ്പോൾ പാണ്ഡവന്മാർ വരിക. ഏത് പാണ്ഡവന്മാർ? പാണ്ഡുവിന് മക്കളില്ല. പാണ്ഡുവിൻ്റെ മൂത്ത പത്നിയാണ് കുന്തി. അവർക്ക് 3 മക്കളുണ്ട്, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. പിന്നെ 2ാം ഭാര്യയുണ്ട് മാദ്രി, നകുലനും സഹദേവനുണ്ട്. ഇവരൊന്നും പാണ്ഡുവിൻ്റെ മക്കളല്ല. അതൊക്കെ യുധിഷ്ഠിരൻ ധർമ്മദേവൻ്റെയാണ്, ഭീമൻ വായുപുത്രനാണ്, അർജുനൻ ഇന്ദ്രൻ്റെ മകനാണ്, നകുലനും സഹദേവനും അശ്വിനി ദേവകളുടെ മക്കളാണ്. അവർ വരികയാണ്. അപ്പോൾ ആരവിടെ ഭരിക്കുന്നത്? അച്ഛന് കണ്ണ് കാണാത്തതുകൊണ്ട് മൂത്ത മകൻ അവിടെ ഉണ്ട്. പാണ്ഡു മരിച്ചപ്പോൾ ആരാ? ദുര്യോധനൻ. അപ്പോൾ വളരെ സങ്കീർണമാണ്. ഇപ്പം മുനമ്പത്തെ വഖഫിൻ്റെ കാര്യം പറഞ്ഞ മൈക്ക് ആരത് തീരുമാനിക്കുക? എനിക്ക് ഞാനിപ്പോൾ ഇന്ന് കേസിയുടെ പുസ്തകം വായിക്കുമ്പോൾ മുനമ്പത്ത് ആലോചിക്കുക, എന്താ മുനമ്പത്ത് പ്രശ്നം? മുനമ്പത്ത് പ്രശ്നം 1902 തിരുവിതാംകൂർ രാജാവ് കച്ചിൽ നിന്ന് വരുന്ന ഒരു സേട്ടുവിന് 404 ഏക്കർ ഭൂമിയും 60 ഏക്കർ ചതുപ്പും പാട്ടത്തിന് കൊടുക്കുന്നു.
പാടത്തിന് കൊടുത്ത ഭൂമി കുറെ കഴിയുമ്പോൾ എന്താണ്, കുറച്ച് കഴിയുമ്പോൾ കുറെ കടലെടുത്തൊക്കെ പോകും. അങ്ങനെ 1948 സേട്ടുവിൻ്റെ മരുമകൻ എന്ത് ചെയ്യും, അത് തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യും. നല്ല കച്ചവടമല്ലേ? കാരണം 48 സ്വാതന്ത്ര്യം കിട്ടി, രാജാവില്ല പിന്നെ. അപ്പോൾ നേരത്തെ തൻ്റെ കൈവശമുള്ള ഭൂമി അദ്ദേഹം പാട്ടത്തിനെടുത്ത, തൻ്റെ അമ്മായിയപ്പൻ പാടത്തിനെടുത്ത ഭൂമി അദ്ദേഹം എന്ത് ചെയ്യുന്നു, പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു. 50 നവംബർ 1 ഫറൂഖ് കോളേജിന് അത് ദാനമായിട്ട് കൊടുക്കുന്നു. വലിയ പ്രശ്നം. ആ ദാനമായിട്ട് കൊടുത്തത് എന്താ, അതിൽ പറഞ്ഞ വഖഫ് എന്ന്. വലിയ പ്രശ്നമല്ലേ? ആ ആധാരത്തിൽ പറയാണ്, ഫറൂഖ് കോളേജിൽ നിന്നുപോയാൽ ഈ വസ്തുവകകളൊക്കെ ഇതിൻ്റെ ദാതാവിൻ്റെ അനന്തരാവകാശികളിലേക്ക് മടങ്ങുന്നു. നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടോ വഖഫിൽ അങ്ങനെ? അത് അള്ളാഹുവിന് സമർപ്പിച്ചതാ വഖഫ് എന്ന് പറഞ്ഞത്. അവനെ മടക്കിയെടുക്കല്ല. അള്ളാഹു ഇല്ലാതെ ആവുന്ന കച്ചവടമല്ലല്ലോ, അള്ളാഹു ഉണ്ടാവുമല്ലോ എപ്പോഴും. അപ്പോൾ വഖഫ് കേരളത്തിലോ ഇന്ത്യയിലെ ഏതെങ്കിലും വഖഫ് ആധാരത്തിൽ അതിൻ്റെ ദാതാവിൻ്റെ അനന്തരാവകാശികളിലേക്ക് മടങ്ങുന്ന ഒരു അംശം ഇല്ല. എനിക്കറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ സുപ്രീം കോടതിയിൽ വിധിയുണ്ട്. എന്താ അത്? ആധാരത്തിൻ്റെ പേരെന്താണെങ്കിലും അതിൻ്റെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നാണ് നോക്കേണ്ടത്. ദാനാധാരം എന്ന് പറഞ്ഞാലും അതിൻ്റെ കണ്ടന്റ് ദാനാധാരത്തിന് പറ്റുന്ന അല്ലെങ്കിൽ കണ്ടന്റാണ് നോക്കേണ്ടത്. കണ്ടന്റ് അനുസരിച്ച് ഇത് സേട്ടുവിൻ്റെ അനന്തരാവകാശിക്ക് മടങ്ങേണ്ടതാണ്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഫറൂഖ് കോളേജ് അത് ഇവർക്ക് വിൽക്കുകയാണ്. ആർക്ക്? അവിടുത്തെ നാട്ടുകാർക്കും അവിടെ നേരത്തെ താമസിച്ചവരൊക്കെ. അത് വലിയ വിലയ്ക്ക് വിറ്റു. 87 ധാരണ അനുസരിച്ച് 89 വിറ്റു. ഇവർക്ക് അവിടെ താമസാക്കി. തലമുറകളായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർ കണ്ടോ ഇത് തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഏത് സുപ്രീം കോടതി വന്നാലും കൃത്യമായിട്ട് അത് തീരുമാനിക്കാൻ പറ്റില്ല, ഞാൻ ഉറപ്പാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നിലപാടെന്ന് വെച്ചാൽ ഞാൻ പറയും, ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടുന്ന് കുടി ഇറക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് മാതിരിയാണ് ഈ കുരുപാണ്ഡവ യുദ്ധം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഈ ദുര്യോധനൻ്റെ അച്ഛൻ്റെ അല്ലേ ഈ രാജ്യം ആണ്, പക്ഷേ ദുര്യോധനേക്കാൾ മൂത്താണ് ആര്? യുധിഷ്ഠിരൻ. കണ്ടോ? കാരണം കുന്തി പെറ്റു നേരത്തെ. വ്യാസം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 2 കൊല്ലത്തിലധികമാണ് ഗാന്ധാരിയുടെ ഗർഭം. അപ്പോൾ അവളെന്ത് ചെയ്തു, കുന്തി പ്രസവിച്ചു എന്നായപ്പോൾ തൻ്റെ ഈ ഭാരം സഹിക്കാൻ വയ്യാതെ, ഈ വേദന സഹിക്കാൻ വയ്യാതെ അവൾ വയറ് കുത്തിക്കയറി. അപ്പോഴാണ് ഈ വ്യാസം വന്നിട്ട് പറഞ്ഞത് അതൊക്കെ നെയ്ഭരണികളിൽ ഇട്ടാൽ മതി, എന്നാൽ അവരവിടെ നിന്ന് ഉണ്ടായി വന്നോളും. അങ്ങനെയാണ് ഈ നെയ്ഭരണികളിൽ നിന്നാണ് ഇവർ ഈ 101 പേരുണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ടെസ്റ്റ് ട്യൂബ് ശിശു കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാകുന്നത്. ഓക്കെ, നമ്മൾ ഈ രണ്ടാമത് കണ്ടുപിടിക്കുന്നൊരു കലാപരിപാടി ഉണ്ട് ഇവിടെ. ചിലപ്പം പുഷ്പവിമാനം ഉണ്ടല്ലോ ഇവിടെ രാമായണത്തിലുണ്ട്. ആരാ കണ്ടുപിടിച്ച്? അത് രാവണനായിരിക്കും. ആരാ രാവണൻ? അല്ല വാൽമീകി ആയിരിക്കും. അവിടെയല്ല, റൈറ്റ് സഹോദരന്മാരല്ല, അത് നമ്മളാണ്. അപ്പം മഹാഭാരതം എഴുതിയതാരാ? മഹാഭാരതത്തിൻ്റെ എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരൻ്റെ പേര് ഗണപതി എന്നാണ്. വ്യാസൻ പറഞ്ഞു കൊടുക്കുക, ഗണപതി എഴുതുക. ആ ഗണപതിയാണ് നമ്മുടെ പ്ലാസ്റ്റിക് സർജറിയുടെ ആദ്യത്തെ ചാമ്പ്യൻ എന്നുള്ള നിലയ്ക്ക് അത് കണ്ടുപിടിച്ചത് ഇവിടെയാണെന്ന് തീർച്ചയാക്കി. ഇതൊക്കെ വേഗം തീർച്ചയാക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ സങ്കീർണമാണ്. ഇതിലിപ്പോൾ ദ്രൗപദി വസ്ത്രാക്ഷേപം വളരെ ഇതൊക്കെ എന്നുള്ള കഥകളാന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൃത്യമായിട്ട് DMKയുടെ ഭരണം നടക്കുമ്പോൾ കരുണാനിധി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. സഭയിലാകെ അന്ന് AIADMKക്കുള്ളത് ജയലളിത മാത്രമാണ്. ശരിക്കും അവരുടെ വസ്ത്രം പറിച്ചു കീറി. അത് എപ്പോഴും നടക്കുന്ന, അതായത് ഇതിലൊന്നും ഇതൊക്കെ പഴയ കഥകളാണ് എന്ന് വിചാരിക്കുന്നത് തീരെ ശരിയല്ല. ഇതൊക്കെ എന്നുള്ള കഥകളാണ്. അപ്പോൾ ആ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഒരു ചോദ്യം വരികയാണ്. എന്താ ചോദ്യം? യുധിഷ്ഠിരൻ എല്ലാം പണയപ്പെട്ടു കേട്ടോ. യുധിഷ്ഠിരൻ ഒരു പാവാണ്, ആ ശകുനിയാണ് മഹാവളരാത്തെന്ന് എല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ അറിയുന്ന കാര്യം. പക്ഷേ KC അത് വിസ്തരിച്ചൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ്, എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ ആ തവണയും 2ാം തവണയൊക്കെ വിളിച്ചപ്പോൾ ചൂത് കളിക്കാൻ പോയത്? അപ്പോൾ ഒരു ഘട്ടത്തിൽ ഭീമനോട് പറയേണ്ടത്, നീ വിചാരിക്കും പോലെയല്ല, ദുര്യോധനൻ്റെ ഭൂമി അവൻ്റെ രാജ്യം നമുക്ക് കിട്ടണം വിചാരിച്ചിട്ട് ഞാൻ പോയത്. ഇത് കളിക്കാൻ അറിയാത്ത ഒരു തരം. പക്ഷേ ഈ മനസ്സതാ കണ്ടോ, മനസ്സതാണ്. അപ്പോൾ ആ വസ്ത്രാക്ഷേപ സമയത്ത് എന്താണ് ഇപ്പോൾ അവിടെ ചെന്ന് ദുശാസനോട് പറയുന്നുണ്ട് ദുര്യോധനൻ, അവളെ വിളിച്ചോണ്ട് വാ,
ആദ്യം അയക്കുന്ന ആരെന്നറിയോ? വിതുരനെയാണ് അയക്കുന്നത്. സാത്വികനായ വിതുരനെ വിളിച്ചിട്ട് പറയാണ്, ക്ഷത്രാവേ കൂട്ടിക്കൊണ്ടുവരൂ. അപ്പോൾ അവൾ വന്നില്ല. എനിക്ക് സഭയിൽ വരാൻ വയ്യ, ഞാൻ രജസ്വലയാണ് എന്ന് പറഞ്ഞു. എന്നാണ് ഇപ്പോൾ അത് വലിയൊരു ജാതി പ്രശ്നമാവും. രജസ്വലിക്ക് വരാൻ പാടില്ലേ? ന്യായമായ ചോദ്യം. വരാം. ദുശാസനം പോയി പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ദ്രൗപദി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? നീ പണയപ്പെടുന്നു പറയുന്നു. ആരെന്നെ പണയപ്പെടുത്തി? അവൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ തെമ്മാടികൾ പോലും അവനവൻ്റെ സമ്പത്തും അവനവനെയും പണയം വെക്കും. ഭാര്യമാരെ പണയം വെച്ച് ആരെങ്കിലും ചൂത് കളിക്കാറുണ്ടോ? പിന്നെ അദ്ദേഹം പണയപ്പെട്ടിരുന്ന ശേഷമാണോ എന്നെ പണയപ്പെടുത്തിയത്? ഞാൻ പണയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ദാസിയാണോ? അതിന് കൗരവസഭയിൽ മറുപടി ഇല്ല. കേസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് മറുപടി ഇല്ലാത്ത ചോദ്യങ്ങളുണ്ടെന്നാണ്. ഒന്നും രണ്ടുമല്ല, അനേകം സന്ദർഭങ്ങളിൽ. അപ്പോൾ എങ്ങനെയാണ് ദുർനിമിത്തങ്ങൾ കണ്ട് കുറുക്കന്മാർ ഓരിയിടുന്നു, അതുപോലെ അനേകം ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് ഗാന്ധാരി വന്ന് ലഹളയുണ്ടാക്കിയിട്ടാണ് ആ രംഗം അവസാനിക്കുന്നത്. അപ്പോൾ മറ്റാര് പറയും പോലെ വേറെ പല കഥകളിലും ഇയാൾ കൃഷ്ണൻ എവിടെയോ ഇരുന്നിട്ട് അവൾക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയും. അതൊക്കെ ഈ കഥകളിക്കാരൊക്കെ തമാശകളാണെന്ന് മാരാരായനെ പുച്ഛിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പിന്നെ നമ്മളെ ഇന്ത്യയെ പറ്റിയുള്ള വലിയൊരു സങ്കല്പം, നമുക്ക് ട്രാജഡികളില്ല. നാടകത്തെപ്പറ്റി പടിഞ്ഞാറൻ നാടുകളിൽ ഗ്രീക്ക് നാടകവേദിയിലൊക്കെ ഇപ്പോൾ നാടകം എന്നല്ല അവർ പറയാം, ട്രാജഡി എന്നാണ് പറയുക. അതിലിപ്പോൾ സൊഫോക്ലിസ് മഹാസുന്ദരനും വലിയ അത്ലറ്റും വലിയ പാട്ടുകാരനും നടനും ഒക്കെ ആയ വെച്ചാൽ ചരിത്രത്തിൽ അത്ഭുതം പോലൊരാളാണ് സൊഫോക്ലിസ്. അദ്ദേഹം 125 നാടകങ്ങൾ എഴുതിയെന്നൊരു കഥയുണ്ട്. അതിൽ 7 നാടകങ്ങളാണ് കണ്ടെത്തി. അതിൽ 3 എണ്ണമാണ് ഈഡിപ്പസ് റെക്സ്, ഈഡിപ്പസ് അറ്റ് കൊളോണസ്, ആൻറ്റിഗണി എന്നുള്ള 3 നാടകങ്ങൾ. അപ്പോൾ ട്രാജഡിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നാടകം. ഇന്ത്യയിലാണെങ്കിൽ ട്രാജഡി പാടില്ല, ദുരന്തങ്ങൾ പാടില്ല. എന്താണ് നാടകത്തിൻ്റെ നിയമം പറയുമ്പോൾ പറയും, നാഥോദയമാണ് നാടകം, കോമഡി ആവാൻ പാടുള്ളൂ. കോമഡി അല്ലേ ശാകുന്തളം, അല്ലെങ്കിൽ ഏത് നാടകം എടുത്തോളൂ. അപ്പോൾ കേസി പറയുന്നത്, രാമായണാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അങ്ങേയറ്റത്തെ ട്രാജഡിയിലാണ് അവസാനിക്കുക. അപ്പോൾ മഹാഭാരതം എല്ലാവർക്കും അറിയുന്ന മാതിരി ഈ യുദ്ധം കഴിഞ്ഞ് 10-35 കൊല്ലം രാജ്യം ഭരിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിജയം പരാജയം തന്നെയാണ്. ഇനി എന്താ പറയാനുള്ളത്? 18 അക്ഷൗഹിണിപ്പട മുച്ചൂടും മുടിഞ്ഞു പോയി. ഒരു ഭാഗത്ത് 5 പേര്, ഒരു ഭാഗത്ത് 3 പേരും മാത്രം ബാക്കിയായി. സർവനാശത്തിൻ്റെ കഥയത്. ഈ സർവനാശത്തിൻ്റെ കഥയിൽ നിങ്ങൾ അതാണ് ഇതിൽ ആവർത്തിക്കുന്നൊരു കാര്യം, അഹിംസ പരമമായ ധർമ്മമാണെന്ന്. അപ്പോൾ കേസ് ഇതിലേക്ക് കൊണ്ടുവന്നൊരു കാര്യം, അത് നേരത്തെ അയാൾക്ക് ഉള്ളതല്ല എന്നാണ് എൻ്റെ ധാരണ. അയാളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ചരിത്രം കണ്ടെത്താനാണോ കേസി പോയത്? അല്ല, അയാൾ എന്താണുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. കാളിദാസൻ പറയുമല്ലോ, ഞാൻ ഈ സാഗരത്തിൽ എൻ്റെ ചെറുതോണി ഉടുവേനാസ്മി സാഗരം, ഞാൻ ഈ സാഗരം കടക്കാൻ വേണ്ടി ഈ ചെറിയ കൈത്തോണിയായിട്ട് വരികയാണ്, അതുപോലെ ഇതങ്ങോട്ട് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരു ഘട്ടത്തിയപ്പോൾ ഹിന്ദുസ് ആൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നുള്ള പ്രസിദ്ധമായ പുസ്തകം, ഇന്ത്യയിൽ നിരോധിച്ച പുസ്തകം, അവർ പറയും, എൻഡി ഡോനിഗർ പറയും, അശോകനെ കണ്ടതിന് ശേഷമാണ് ഈ തരത്തിൽ യുധിഷ്ഠിരൻ ഉണ്ടാവുന്നത്. ആരാ അശോകൻ? അത് നമുക്കറിയുന്നൊരു കഥ. കലിംഗ യുദ്ധത്തിൽ വലിയ അധികം ആളുകൾ കൊല്ലപ്പെടുകയും ആളുകൾക്ക് അംഗഭംഗം വരികയും മൃഗങ്ങൾ ചാവുകയും സ്വത്ത് നശിച്ചപ്പോൾ യുദ്ധത്തിൽ നിന്ന് അങ്ങേയറ്റം വിരക്തി വന്ന ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. ബുദ്ധമതനുയായി ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂളിലൊക്കെ പഠിക്കുന്നൊരു പേരാണ് അശോകൻ. അദ്ദേഹത്തിനാണ് നമ്മുടെ അശോക ചക്രം എന്നൊക്കെ പറയുന്നത്. ഈ അശോകനെ കണ്ടിട്ടാണ് യുധിഷ്ഠിരനെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഇതിലേക്ക് മുഴുവൻ നമ്മുടെ നേരത്തെയുള്ള നമ്മുടെ ഒരു പഠിതാവും ഒരു ഗവേഷകനും ഒരു ഗ്രന്ഥകാരനും കൊണ്ടുവരാത്ത ചരിത്രം കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എന്നെ വളരെ വിലമതിക്കുന്ന ആളാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് അഹിംസ.
ഇത് ആരുടെ മൂല്യമാണ്? ഗോഡ്സെ പറയുന്നുണ്ട് ഹിന്ദുവിന് അങ്ങനെ ഒരു മൂല്യമില്ല. അഹിംസ എന്നുള്ള മൂല്യം പറഞ്ഞ് ഹൈന്ദവ മനസ്സിനെ നിർവീര്യമാക്കിയതാണ് ഗാന്ധി ചെയ്ത വലിയൊരു അപരാധം. നമ്മൾ നോക്കിയാൽ നമ്മുടെ ദശാവതാരങ്ങളുണ്ട്, അതിൽ അഹിംസാ മൂർത്തികൾ ആരുമില്ല. അഹിംസയെ പറ്റി ഇവിടെ പറഞ്ഞത് ബുദ്ധനും വർദ്ധമാന മഹാവീരനും ഒക്കെയാണ്. പിന്നെ അശോകൻ പറയും. അപ്പോൾ ഏത് കാലത്താണ് ഇത് എഴുതിയത്? ഇതിൻ്റെ കാലഗണന അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിലെ കാലഗണനയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, വാൽമീകി രാമായണത്തിൽ ഈ ആഭരണങ്ങൾ നോക്കാൻ പറയും രാമൻ ലക്ഷ്മണനോട്. ലക്ഷ്മണ, എനിക്ക് കണ്ണുനീര് വന്ന് തടഞ്ഞിട്ട് ഇത് കാണുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുള്ളത്, നീ നോക്കുമെന്ന് പറയും. അപ്പോൾ ലക്ഷ്മണൻ നോക്കിയിട്ട് പറയും, ഈ തോൾവള ആരുടേതാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ, ഈ കാതിൽ ആരുടേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ പാദസരം ആരുടേതാണെന്ന് എനിക്കറിയാം, അത് ഞാൻ എന്നും വന്നിക്കുന്ന കാലുകളിൽ ഉള്ളതാണെന്ന്. നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ഡലേ അഭിജാനാമി തു നൂപുരേ നിത്യം പദാഭിവന്ദനാഥ്. ഇതിപ്പോൾ വലിയൊരു മൂല്യത്തിൻ്റെതാണ്. DP സംഗാലിയ ഇത് വെച്ചിട്ടാണ് രാമായണത്തിൻ്റെ കാലം കണ്ടുപിടിക്കുന്നത്. കാരണം തോളോളം ഉണ്ടായതിനു ശേഷമാണല്ലോ കേയൂർ എന്നുള്ള വാക്കിനകത്ത് വരിക. അങ്ങനെയാണ് കാലം കണ്ടുപിടിക്കുന്ന ഏർപ്പാട്. അപ്പോൾ നമ്മൾ പല മട്ടിലും അത് വായിക്കുന്നത്. KC ഇതിൽ കൊണ്ടുവന്ന ഒരു കാര്യം ഇതിൻ്റെ സങ്കീർണത മുഴുവൻ വെളിപ്പെടുത്തി. പിന്നെ ഇതിലെ വാസ്തവമായ ഇതിൻ്റെ ആ ദുരന്തം ശരിക്കും എടുത്തു കാണിച്ചു. പിന്നെ അതിൽ ചരിത്രം എവിടെയാണെന്ന് നോക്കി. പിന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് കേട്ടോ, ഞാനൊരു കാര്യോട് പറഞ്ഞു ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഭാരത പര്യടനം ഒക്കെ പൂർത്തിയായിട്ട് മാരാര് അത് കെട്ടി ഒരു തോർത്തുണ്ടാവും കഴിഞ്ഞ് മാതൃമിൽ കൊണ്ടുകൊടുത്തു അച്ചടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 or 4 വട്ടം പോയപ്പോൾ 4ാമത്തെ വട്ടം മാനേജർ പറഞ്ഞു, മാരാരെ ഞാനത് നോക്കി, അത് ആ സ്റ്റാർ മാർക്കിട്ടതിൻ്റെ താഴെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് അടിക്കാം. ആരോടായി പറഞ്ഞത്? കുട്ടിക്കൃഷ്ണ മഹാരാജോടാണ്. എന്തൊരു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അദ്ദേഹം അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥ മുഴുവൻ വെച്ചിട്ടാണ് ഇത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സഹോദരന്മാർ തമ്മിൽ നിന്നൊരു അധ്യായം ഉണ്ട് അതിനകത്ത്. കുരുപാണ്ഡവ യുദ്ധം അന്ന് 46-47 കാലത്ത് ഇന്ത്യയിൽ അരങ്ങേറിയ ഹിന്ദു മുസ്ലിം ലഹളയുടെ വേറെ രൂപമായിട്ട് വായിക്കുന്ന ഒരുത്തനമാരാര്. ചെറിയ കാര്യമൊന്നുമല്ല അത്. അപ്പോൾ കേട്ടോ, നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 2 ലക്ഷം ആളുകൾ മരിച്ചുപോയൊരു സംഗതി, 1.5 കോടി ആളുകൾ അഭയാർത്ഥികളായ ഒരു വിഭജനമാണ് ഈ രാജ്യത്തിനുണ്ടായത്. ഇതിൻ്റെ മുഴുവൻ നടുവിലിരുന്നിട്ടാണ് മാരാർ ഇത് എഴുതുന്നത്. അപ്പം മാരാർ അത് കൊണ്ടുവച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യയാണ് പണം മുടക്കിയിട്ട് അതിൻ്റെ 1-ാം പതിപ്പ് അച്ചടിച്ചത്. അതിപ്പോൾ 75 കൊല്ലമാവുകയാണ്. 50-ലാണ് വന്നത്, ഇതിപ്പോൾ 74 കൊല്ലമായി. അപ്പോൾ KC പുതിയൊരു വഴി തുറക്കുന്നു. എനിക്ക് സത്യത്തിൽ അതിൽ വ്യക്തിപരമായിട്ട് വളരെ അഭിമാനമുണ്ട്. കാരണം എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഇത്രയും വലിയൊരു സംഭാവന ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അതിനെ, അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തെ, അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയെ, അദ്ദേഹത്തിൻ്റെ ക്ഷമയെ എല്ലാ മലയാളികൾക്കും വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.